Hi guys, Assalamu alaikum. Welcome back to my channel Faisal Tasty Cook. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട ബജി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മുട്ട ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് മാവ് അരക്കാൻ വേണ്ടിയിട്ട് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ഉപ്പ് ഒരു 1.25 ടീസ്പൂണ്, മുളക് 1 ടീസ്പൂണ്, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് ആപ്പ സോഡ, കുറച്ച് കാശ്മീർ മുളക് പൊടി. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഫുഡ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കാശ്മീർ മുളക് പൊടീൻ്റെ ആവശ്യമില്ല. കുറച്ച് ഗരം മസാല, ഒരു 1/2 കപ്പ് മൈദ, ഒരു 2 കപ്പ് കടലമാവ്, കുറച്ച് പുളിമാവും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. വളരെ കട്ടിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ എഗ് ബജിക്കുള്ള മാവ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ലാസ്റ്റ് നമ്മൾ എണ്ണയിലേക്ക് മുട്ട ബജി ഇടുവാൻ വേണ്ടി പോകുമ്പോൾ ഇതിൽ കുറച്ച് അരിപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് വേണം ബജി ഇടുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ക്രിസ്പിനെസ് കിട്ടും. മുട്ടയെല്ലാം ഇവിടെ നേരെ പകുതിയാക്കിയിട്ട് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ബജി ഇടാൻ വേണ്ടിയിട്ട്. അതിന് ഓരോരോ മുട്ടയായിട്ട് മാവിൻ്റെ അകത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് വെക്കണം. അപ്പോൾ എണ്ണ ഇവിടെ ഇങ്ങനെ ചൂടാകുന്നുണ്ട്. നല്ല ചൂട് വേണം മറ്റേ മുട്ട ബജി ഇടുന്നേരം. നമ്മൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾ ഓരോരോ മുട്ട ബജിയായിട്ട് എണ്ണയിലേക്ക് ഇടുവാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മളെ മുട്ട ബജി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുട്ട
ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ പൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.